ഊണ് കഴിച്ചിട്ടില്ലാണോ? മധുരൈ ഫേമസ് കുടിച്ചോക്കാൻ പോകും. തീർച്ചയായിട്ടും ഇങ്ങനത്തെ സാധനങ്ങൾ. ഹൂ ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇങ്ങനെ അഗ്രഹാരം പോലെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? പപ്പറ്റ് ഉണ്ടാക്കുകയാണോ പണ്ടത്തെ സിനിമയിലൊക്കെ അല്ലേ? വയസ്സായി അതുകൊണ്ടാ ചിരിക്കണ്ട. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ തേജേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. തേജേട്ടന്റെ குணத்துல மகாலட்சுமி, குணத்துல மகாலட்சுமி, ஆனா கோபப்பட்டா பத்திரகாளி. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചെന്നൈ നഗരിയിലേക്ക് കാൽ വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 5 വർഷത്തിൽ കൂടുതലായി തോന്നുന്നു ഞാൻ വന്നിട്ട്. ഞാനിവിടെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. കഥകളൊക്കെ ഞാൻ പിന്നെ പറയും. ഇപ്പം ആക്ച്വലി ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിൽ ഇപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. എന്നാലും ഞാനും അമ്മയും ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വിശേഷം വഴി വരും. ഓക്കെ, ഇതെൻ്റെ കസിൻ്റെ ഫ്ലാറ്റാണ്. അപ്പോൾ ഇതാണ് സുജിത്തേട്ടൻ, ഇത് അനുക്കുട്ടൻ, ഇത് അതും നിങ്ങൾ നേരത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ രാവിലത്തെ തിരക്കിൽ ഇങ്ങനെ ഇറങ്ങാനൊക്കെ നിൽക്കുമായിരുന്നു, സ്കൂൾ ഓഫീസൊക്കെ ആയിട്ട്. അപ്പോൾ അതും ഇപ്പോൾ ഇതാ ഈ കാണുന്ന ബ്ലാക്ക് ടീഷർട്ട്, അതും അവൻ പിന്നെ ഹൈദരാബാദാണ്. അപ്പോൾ അതുവിൻ്റെ അമ്മ അനിയൻ്റെ അമ്മയും ട്വിൻസാണ്. ഇതാ രേഷ്മ എന്നാണ് പേര്. ഞങ്ങൾ മോട്ടു എന്ന് വിളിക്കും, മറ്റാളെ ചോട്ടു എന്ന് വിളിക്കും. ചോട്ടു ചേച്ചി റെഡി ആവാത്തതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഓക്കെ, ഇതാണ് രതീഷേട്ടൻ. ചോദിച്ചു രതീഷേട്ടൻ പോവായിരുന്നു ഇന്ന് തന്നെ. അപ്പോൾ അതായിരിക്കുന്നു ഗ്രീഷ്മ ചോട്ടു. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ആക്ച്വലി ഒരു സോളോ ട്രിപ്പിന് വേണ്ടി ഇറങ്ങാണ്. സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ 2 ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആക്ച്വലി ഇവിടെ 1 ഇയർ പഠിച്ചിട്ടുണ്ട് ചെന്നൈയിൽ. അപ്പോൾ അവിടെ ഡാൻസ് ക്ലാസ്സിലുണ്ടായിരുന്ന 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിച്ചു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഞാൻ പോവാണ്. അപ്പോൾ ഇത് സുജിത്തേട്ടൻ്റെ ഫ്ലാറ്റാണ്. അവർ ആക്ച്വലി എറണാകുളത്തായിരുന്നു. സുജിത്തേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയമ്മയുടെ മോളുടെ ഹസ്ബൻഡാണ്. അതായത് മോട്ടു ചേച്ചി ചോട്ടു ചേച്ചി ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മോട്ടു ചേച്ചിയുടെ ഫ്ലാറ്റാണത്. അവർ രണ്ടുപേരും ഇപ്പോൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരെ കണ്ടിട്ട് ചെന്നൈ എന്താ പറയുക ഈ ട്രിപ്പ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പോയിട്ടാണ് ലഞ്ചും കാര്യങ്ങളൊക്കെ. ഞാനപ്പോൾ ബാക്കി അവിടെ പോയിട്ട് കാണിക്കും. ഓക്കെ, എൻ്റെ ഈ മുഖത്ത് ഇങ്ങനെ തരുന്നതിനെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? മൂക്കിലൊക്കെ ഒരു റെഡ്. ഇതെല്ലാം ഡൽഹിയുടെ സമ്മാനമാണ്. ഡൽഹിയുടെ പൊല്യൂഷനും വെള്ളവും എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ഇതെൻ്റെ മുഖത്തൊരു തണർപ്പ് കണ്ടില്ലേ മൊത്തത്തിൽ. പിന്നെ മൂക്കിലൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേ കുത്തു. ഇനി ചെന്നൈയിലെ ചൂടും കൂടി ആകുമ്പോൾ പൂർത്തിയാവും. മൊത്തത്തിൽ ടാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടത്തെയും കൂടി ആകുമ്പോൾ പിന്നെ ടാലി ആയിക്കോളാം. എൻ്റെ ഓല കുറേ നേരമായി ഇപ്പത്തും പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വന്നു. ഇവിടെ ആക്ച്വലി കറക്റ്റ് വന്ന ദിവസം തന്നെ ഓല ഊബർ സ്ട്രൈക്കാണ്. വളരെ ഐശ്വര്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ആ വണ്ടി വരുന്നുണ്ട്. ഈ കാണുന്നതാണ് മറീന ബീച്ച്. ഇവിടെ പണ്ട് വന്ന ഓർമ്മയാണ്. പക്ഷെ ഇതൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഈ സൈഡ് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നൊന്നും. ഇപ്പൊ വ്ലോഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തല്ലോ. സോ ദിസ് ഈസ് യുവർ ന്യൂ ഹൗസ്? യെസ്. ഞങ്ങൾക്കൊരു 5-6 വർഷത്തെ കഥകൾ പറയാനുണ്ടായിരുന്നു. ഇപ്പോഴാണ് അവർ കല്യാണം കഴിച്ചിട്ടുള്ളത്, ശ്രീമതി ആൻഡ് ശ്രീനിവാസേട്ടൻ. അപ്പോൾ അവരുടെ കല്യാണം ഞങ്ങളുടെ കല്യാണം ഏകദേശം അടുത്തായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയിട്ടില്ല. സോ ആ സ്റ്റോറീസ് പറയാനുണ്ടായിരുന്നു. പിന്നെ ആ ക്ലാസ്സിൽ എനിക്ക് ആക്ച്വലി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2 ആൾക്കാരിൽ ഒരാളായിരുന്നു ശ്രീനിവാസേട്ടൻ. പിന്നെ ഐറിസ്, ആളിപ്പോൾ ഫ്രാൻസിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ്, ഇവർ രണ്ടൊരു കല്യാണം കഴിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനുള്ള സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ആ സ്റ്റോറിയൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ ആ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സന്തോഷമായി കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ. ഇല്ല, വേണ്ട. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കത്തിയടിക്കലിന് ശേഷം ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്താ കഴിക്കാനുള്ളത്? ചപ്പാത്തി, പനീർ ബട്ടർ മസാല, വെജ് മഞ്ചൂരിയൻ, വെജ് ഫ്രൈഡ് റൈസ്.
I am also pure non-vegetarian. എന്തോ എങ്ങനെ? Okay, speak something in Malayalam. ഊണ് കഴിച്ചിട്ടില്ലാണോ? ഊണ് കഴിക്ക പോറോം. അല്ല പറയൂ, മലയാളത്തിൽ പറയൂ. ആദ്യം മലയാളം മലയാളത്തിൽ പറയൂ. മലയാളം മല ല. That's what I'm saying. No, you are saying la. It's la. Malayalam. ആദ്യം അത് പഠിക്കാം. കഴിക്കാൻ പോവാ. Lunch kenne? What is ലഞ്ച്. ഭക്ഷണം. ഭക്ഷണം കഴിക്കാൻ അത് ലഞ്ച് എന്നല്ല, ഫുഡ് ഇസ് ഭക്ഷണം. So we don't like specifically say lunch அப்படி ஒண்ணும் இல்ல. ஆமா தமிழ்லயும் we don't say that. That's what. ഭക്ഷണം കഴിക്കാൻ പോവാ. சாப்பாடு தானே, எல்லாமே சாப்பாடு தான். காலையிலயும் சாப்பாடு தான். ഓ ഇവര് അടിവിടാൻ തുടങ്ങി. കാலை ഉണവ് അപ്പടിയായി. പ്രഭാത ഭക്ഷണം, മധ്യാഹ്ന ഭക്ഷണം. ശ്രീമതിയുടെ ഫ്രണ്ട്. ഹായ്. How's Chennai food? Good. After 7 years. After 7 years you're having, right? Yes. It's the same only, I feel. Same only. This is South Indian. Butter naan, paneer butter masala and fried rice. Srimathiയുടെ ringtone. ഏത് ബാഗ്? in the bag. Okay, 50,000. 50,000 in the kidney. In the kidney. Why not the other one? Okay, രണ്ട് ഹാൻഡ് ബാഗ്. Okay, bye. അങ്ങനെ അവിടുന്ന് ബൈ ബൈ പറഞ്ഞു പോന്നു. ഞാൻ 1 മണിക്കൂറായി കാറിലിരിക്കാൻ തുടങ്ങി. ഇതുവരെ എത്തിയിട്ടില്ല, അത്രയ്ക്ക് ട്രാഫിക് ആയിരുന്നു. തിരിച്ചെത്തി. അപ്പം ആക്ച്വലി ഇവിടെ ബഹളമില്ലേ, പുറത്തേക്ക് കേൾക്കാം. ഗിഫ്റ്റ് നിങ്ങൾ വന്നാലും മേടിക്കാൻ പറ്റോ? ഓട്ടോ വന്നോ? ചൂടത്തെ. ഞാൻ എന്റെ ഷൂ ഇട്ടിട്ടില്ല. Yes, I am here. Let's go for an auto ride. ഓട്ടോയിലല്ലേ പോണത്. നമ്മളെ 3-4 ഊബർ ഡ്രൈവേഴ്സ് അയച്ചെങ്കിലും ലാസ്റ്റ് ഒരു ചേട്ടൻ നമ്മളെ സഹായിച്ചു, അത് രക്ഷിച്ചു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. PR മോള് പോവാണ്. എന്തിനാ പോണ? ഭക്ഷണം കഴിക്കാനും കളിക്കാനും. ഓക്കെ, കാണുന്നതാണ് ഞങ്ങള് വിയർ മോളിലെത്തി. ഫോട്ടോ അല്ല, വിയർ മോളിലെത്തി. ഇത്രയും ഉത്സാഹത്തോടെ നടന്നു പോകുന്നത് ഫാമിലീസിന് ഞാൻ ടോയ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആകാംക്ഷയിലാണ് രണ്ടാളും ഓടിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്കാ? അയ്യാ, ട്രഷർ ഹണ്ട് പോലെ രണ്ടാൾ തപ്പിപ്പിടിക്കണം എന്താ വേണ്ടെന്ന്. രണ്ടാളെ ഒരു നർഫ് ഗണ്ണ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ എന്താ മധുരൈ ഫേമസ് കുടിച്ചു നോക്കാൻ പോകും. മോഡ് ചേച്ചി പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ്, ഞാൻ കഴിച്ചു നോക്കട്ടെ. എന്താ പാലട അല്ലേ നമ്മുടെ പാലട?
പാലട തണുപ്പിച്ച ഇങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഞാൻ കുടിച്ചിട്ടുള്ളത്. മാള് കുത്തബ് മീനാറാണോ അത്? ബുർജ് ഖലീഫ. ജിഗർ ദണ്ഡ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. വാനില ഐസ്ക്രീമും പായസവും എന്തൊക്കെയോ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് വിട്ടൊരു വാവെന്ന് പറയില്ല, മോശമല്ല. വാവെന്ന് പറയാനില്ല, മോശമല്ല. അയ്യോ ഇല്ല, മഹാബലിപുരത്താണ് നമ്മൾ നാളെ പോണത്. അപ്പൊ അവിടെ മഹാബലിപുരം എന്ന് പറഞ്ഞാൽ അതൊരു ഇങ്ങനെ ആർക്കിടെക്ചറൽ എന്താ പറയാ, ചോദിച്ചാട്ട് എങ്ങനെ എന്താ മഹാബലിപുരം ഒരു ആർക്കിടെക്ചറൽ അങ്ങനെയുള്ള ഒരു സംഭവമല്ലേ? മാത്രല്ല അത് ഹിസ്റ്റോറിക്കലി കുറച്ച് ഫേമസ് ആയിരുന്നു. ഓ ആർക്കേഡുണ്ടോ ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഊബർ ഓട്ടോ എല്ലാം സ്ട്രൈക്കാ, പിന്നെ ഓട്ടോ ഒക്കെ പറഞ്ഞാൽ തോന്നിയ റേറ്റ് ഒക്കെ പറയണം. അപ്പൊ എന്നാ നടക്കാന്ന് വിചാരിച്ചു. അത് ചെന്നൈയിൽ ഞാൻ കണ്ടില്ലേ പ്രാക്ടീസ് ഏരിയയിലൊക്കെയാണുള്ളത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മഹാബലിപുരം പോവാണ്. ഓക്കെ, മഹാബലിപുരം പോയി ഞാൻ വിചാരിച്ചു നല്ല ക്ലാസിക്കൽ ഡാൻസിൻ്റെ റീലൊക്കെ എടുക്കാമെന്ന്. ഇവിടെ പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലും വളരെ കോമൺ ആണ്, കുറേ ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സിൽ പോകുന്നതാണ്. പക്ഷെ എനിക്കറിയില്ല അവിടെ പെർമിഷൻ ഉണ്ടാവുമോ ഡാൻസ് കളിക്കാൻ, ഞാൻ പ്ലിങ് ആവോ പോയിട്ട് ഒന്നും എനിക്കറിയില്ല. ആ ബാക്ക് സീറ്റിൽ നമ്മുടെ ക്യാബ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് 2 hour ഡ്രൈവ് ഉണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ പോയി നോക്കാം. ഒരു മുഴം മതി. ഞാനൊന്ന് പൂ വെക്കാന്ന് ചോദിച്ചാൽ പിങ്ക് വേണ്ട, ഒരു ഇത് മതി. ഇല്ല തന്നാൽ മതി. ഒരു മണി 2 മണിക്കൂർ എന്ന് പറഞ്ഞത് മിക്കവാറും 4 മണിക്കൂർ ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി. അതെ, തീരെ ഇല്ലാത്തോണ്ട്. ഇവിടെ മൊത്തം IAS അക്കാഡമി ആണല്ലോ അല്ലേ? കൊറേ IAS അക്കാഡമി ഉണ്ട്. ഞാൻ ഒന്ന് പഠിച്ചാലോ? IAS ഒരു മിനിറ്റ്, IASന്റെ ഫുൾ ഫോം എന്താ? Indian Association of Minister. Who is the Prime Minister of India? Gandhiji. Good. Who is the President of India? Murmu. Adu para. Draupadi Murmu. Adu para. Gandhiji. പ്രസിഡന്റ് ഗാന്ധിജിയാണോ? അപ്പൊ ഞങ്ങൾ കാറിൽ ഇത്രയും പേരാണ് പോകുന്നത്. ഞാൻ, ചോട്ടു ചേച്ചി, ആദു, അനുക്കുട്ടൻ, ബാക്കിലെ അമ്മ, മല്ലിമേമ, ഫ്രണ്ടില് എന്താ നിങ്ങൾ പറയുന്നത്? അല്ല മറ്റേ പേര് ജിജി ഡാനിയലോ? ആ ജിജി ഡാനിയൽ. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ചുമ്മാ എന്തെങ്കിലും സ്നാക്ക് പോലെ കുടിക്കാൻ വേണ്ടി റോസ് മിൽക്ക് പറഞ്ഞു. നമ്മളെത്തി. ഇനി ടിക്കറ്റ് എടുക്കണം. എത്ര എൻട്രി ഫീസസ് ഇന്ത്യൻ അഡൾട്ട്സ് വീക്ക് ഡേയ്സ് 150 rupees ആണോ? ചെന്നൈ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബൊമ്മക്കുലു കാണുന്നത്. ആദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നവരാത്രിയായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ ഇവിടെ കുറേ എക്സിബിഷനും ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി കലാക്ഷേത്ര വൈബ് ഉണ്ട് കേട്ടോ. ഈ സ്ഥലം കലാക്ഷേത്ര വൈബ് ഉണ്ട്. ബാർഗനിങ് ഡൽഹി പോലെ ഇവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റൂല. തീർച്ചയായിട്ടും ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ് കയ്യിലിടുന്ന. ഞാനിപ്പോ ഇവന് വേണത്രേ നോക്കാം. छोटे बच्चों का है ब्रेसलेट वो वुडन का है, मैं छोटा कर दूंगा बच्चे के लिए. ये बॉक्स के अंदर है ना. Oh, tiger eye. You can check it in Google what the benefit of this is having benefits. Okay, for this. This is all has smaller also. This one, this is all tiger. അവന് ബ്രേസ്ലെറ്റ് എത്ര? Tiger. How much for this? 350. 350. वो 900 है. This. Oh, 900. Why is it so expensive? वो भारी है ना, बड़ा पीस है ना. Okay. वो पत्थर का है वो. Stone आयुंडले. ये 200 है.
Okay. This is lava. 40 दिनार. हाँ, this is the lava. Oh. And boys and girls unisex. आप boys भी use करते हैं भी very trend लाओ. Okay. അതിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് അല്ലേ? തേച്ചേട്ടൻ ഏത് മേടിക്കും എന്നുള്ള കൺഫ്യൂഷൻ. ये दोनों सेट है. മാളു ബിസി അമ്മേ നോക്ക്. ഡൽഹി പോയാലും ഷോപ്പിംഗ്, ഇവിടെ മ്യൂസിയം കാണാൻ വന്നിട്ട് ഷോപ്പിംഗ്. 8-10 हुआ मैडम. 8-10. आप डिस्काउंट करके बोलो. 10 रुपीस प्लस. डिस्काउंट कर दो भैया. भैया नो प्रॉब्लम. नहीं 750 नहीं. ആരാണ് ഫിംഗർ ആരാണ് ഫിംഗർ ഹഗ് ചെയ്യുക? 750. ओके गूगल पे नंबर दे. ये है ना मैडम. ഇനി അടുത്തത് എന്റെ ഊഴം. बार्गेन कर दो मालू बार्गेन कर दो. सॉरी എങ്ങനെ കുത്തെന്ന് അറിയില്ല. ആ ഇത് മറ്റേ ഇങ്ങനെ റോളിൽ ഇങ്ങനെ തലയിൽ, പക്ഷെ ഒന്നും നിൽക്കില്ല. जो हम लोग सब ऐसा बोले तो हम पूरा लेके जाएंगे. ഇനി ഉണ്ട്. How much भैया? 1150 हुआ. Oh, 1150. Oh, okay. So I'm saying 1000. 1050. 1000. That is too much. By 1000, I bought these much. I brought my family here. True, ma'am. They are also artisans. I know. Selling very lower price only. So 1000. Thank you. ഇവിടെ ഫുൾ ഇങ്ങനെ കുറേ ഹാൻഡ് മെയ്ഡ് ഷോപ്സും കാര്യങ്ങളാണ് നമ്മൾ വഴി തെറ്റിക്കാനായിട്ട്. കുറേ കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ പോയി നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ തോന്നും മിക്കവാറും. സോ ഇതാണ് ഞാൻ പറഞ്ഞത് മാളു ഇവിടെ ഉണ്ടാക്കുന്നത്. ക്ലേ കൊണ്ട് ഉണ്ടാക്കണ വളല്ലേ? ഇതല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞ മഡ്. അല്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞതല്ലല്ലോ. അത് ഇതായിരിക്കില്ല. പോട്ടറി വ്യത്യാസമുണ്ട്. ഇതിലിങ്ങനെ സൈസ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ വീടുകളുടെ ആർക്കിടെക്ചർ അങ്ങനെയാണ്. ഇതിപ്പോ തമിഴ്നാടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെട്ടിനാട് ഹൗസ്. കോലൊക്കെ ഇട്ടിട്ടുണ്ട്. ചെരുപ്പിടാൻ പാടുമോ ചേച്ചി? ഓക്കെ. സോ ഇത് തമിഴ്നാട് സെക്ഷനാ. ഇതാണ് തമിഴ്നാട്. നല്ല ഭംഗി. ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ, അവർ യൂസ് ചെയ്തിട്ടുള്ള എന്താ പറയുക മുറങ്ങൾ, പാത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ അഗ്രഹാരം പോലെ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? ഇത് മണക്കാവ് കാലിക്കറ്റ് ഹൗസ്. എല്ലാവിടെയും നല്ല ഭംഗി. ദാ ഉരുളി ഭരണി. ഹായ് കാള. ദാ ഉഴിച്ചിലിന്റെ സ്ഥലം. ഓ നല്ല രസം. ഇവിടെ തന്നെ കൂത്താട്ടുകുളം, പിന്നെ കോട്ടയം, പാലക്കാടുണ്ടോ? കണ്ടില്ല എനിക്ക്. ആക്ച്വലി ഇവിടെ കുറേ ഉണ്ട്. നമ്മളിങ്ങനെ കണ്ട് വരണേ ഉള്ളൂ. കുറേ ടൈപ്പ് ഓഫ് വീട്, അതും അതിൻ്റെ ഒത്തൻറ്റിക് രീതിയിലാണ് ഇവർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അത്ഭുതം. നല്ല രസമുണ്ട്. എന്തിവിടെ വിൽക്കാനിരിക്കുക? പപ്പറ്റ് ഉണ്ടാക്കുകയാണോ? എന്ത് ഷോ? ഇവിടെ ഞങ്ങൾ ആക്ച്വലി 50 രൂപ കൊടുത്ത് പോട്ട് മേക്കിങ്ങിന് ഇത് കൊടുത്തു. പക്ഷേ ഇനി അവർ 2 മണിക്ക് എത്ര പേരുള്ളൂ. ഞങ്ങൾക്ക് അപ്പോഴേക്കും മഹാബലിപുരം പോണായിരുന്നു. ആനാ ഇവിടെ നോക്കിയ സ്മോൾ പപ്പീസ്. ചേച്ചി ജസ്റ്റ് 2 വീഡിയോ കൂടി വേണ്ടു. ചേച്ചി 2 വീഡിയോ കൂടി എടുക്കണ്ടോ?
ഫോണിന്റെ പൊട്ടിയിട്ടില്ല. എന്താ ഞാൻ വീഡിയോ എടുത്താല്? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ സിനിമയിലൊക്കെ അല്ലേ? ഹൗ മച്ച്? അതിനെ കാണാൻ അതും ഇങ്ങനെ 1 2 3 1 2 3. നമ്മൾ A2Bയിൽ വന്ന് വി ആർ ഹാവിങ് നോർത്ത് ഇന്ത്യൻ താലി, സൗത്ത് ഇന്ത്യൻ താലി, ദഹി പൂരി, പൊറോട്ട, ലൈം ജ്യൂസ്. പിന്നെ നമ്മൾ എവിടേക്കാ പോണേ? പിന്നെ വെള്ളം. വെള്ളമുണ്ട്. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല, കാരണം എൻ്റെ ഫോൺ ചാവാറായി. നമ്മൾ പോകുന്നു സീഷോർ ടെമ്പിൾ മഹാബലിപുരം. പക്ഷേ എൻ്റെ ഫോൺ മിക്കവാറും ഡെഡ് ആവും. സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് മാത്രം ഒരു ഇളവ് കിട്ടി. വയസ്സായി അതുകൊണ്ടാ ചിരിക്കണ്ട. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ തേസേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. തേസേൻ്റെ കൗണ്ടേഴ്സും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട്, കാരണം ഭയങ്കര ഒരു നല്ല ട്രാവൽ പാർട്ട്ണറാണ് തേസേട്ടൻ. നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റും എല്ലാം. അപ്പോൾ ഇങ്ങനെ കൗണ്ടറൊക്കെ അടിച്ച് ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ചില സമയത്ത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി തേസേട്ടനെ പറ്റി ഞാൻ കൂടുതൽ പറയാത്ത, ഞാൻ വിചാരിക്കുന്നുണ്ട് അതിനായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. ലൈക്ക് തേസേട്ടൻ ഇപ്പോൾ എവിടെയാണ്, എന്താ ചെയ്യണത്, എങ്ങനെയാണ് ഞങ്ങൾ ഈ ലോങ് ഡിസ്റ്റൻസ് കൊണ്ടുപോകുന്നത്, അതൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നില്ലെങ്കിൽ ഞാനിനി കൃഷ്ണാസ് ബട്ടർ അങ്ങനെ എന്തോ ഒരു സംഭവത്തിലും കൂടി പോകുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും കൂടി കൃഷ്ണാസ് ബട്ടർ ബോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ സ്കൾപ്ചേഴ്സൊക്കെ ഇങ്ങനെ റോക്കിൽ എൻകാർവ് ചെയ്ത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞ ശരിയാണോന്ന് അറിയില്ല. കൊത്തുപണികൾ അങ്ങനെ കല്ലിൽ എൻകാർവ് ചെയ്ത് കൊത്തുപണികൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇത് ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഇതിൻ്റെ എന്തെങ്കിലും സയൻറ്റിഫിക് റീസൺ, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള റീസൺ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾക്ക് ഇത് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഒരു 1 ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇത്. പിന്നെ വഴിയിൽ വെറുതെ കണ്ടപ്പോൾ രസത്തിന് നോക്കിയതാണ്, അല്ലാണ്ട് ഇതിലങ്ങനെ ഭയങ്കര വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഇതെന്താ പറയുന്നതൊക്കെ നമുക്ക് തന്നെ അറിയാം, എന്നാലും ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ബീച്ചിൽ വന്നു. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കിനി ആകെ 4% ചാർജേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനപ്പോൾ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി സെക്കൻഡ് ചെന്നൈ വ്ളോഗ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ശ്രീനഗർ കുറച്ച് സ്ഥലത്ത് കൂടിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, മൈലാപ്പൂർ ടെമ്പിളിലൊക്കെ പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ തന്നെ